പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഈ വരുന്ന ഡിസംബർ 18 മുതൽ 23 വരെ നീണ്ടു നിൽക്കുന്ന വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും അതുപോലെ ഹയർ സെക്കൻഡറിയുടെയും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കുള്ള ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ ഷെഡ്യൂളുകൾ, ടൈം ടേബിളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ടൈം ടേബിൾ പറയാം. സ്ക്രീനിലേക്ക് നോക്കുക. 2 സെഷനുകളാണ് പരീക്ഷയ്ക്കുള്ളത്. ഒന്ന് ഫോർനൂൺ സെഷൻ, അതായത് 9:30 മുതൽ തുടങ്ങി 12:15 അല്ലെങ്കിൽ 11:45 അവസാനിക്കുന്ന ഫോർനൂൺ സെഷൻ. മറ്റൊരു സെഷൻ ആഫ്റ്റർനൂൺ സെഷനാണ്. ഉച്ചയ്ക്ക് ശേഷം, അതായത് 2 മണി മുതൽ 4:45 വരെ അല്ലെങ്കിൽ 4:15 വരെ, 4:15 വരെ ഉള്ള സെഷനുകൾ. അപ്പോൾ ഫോർനൂൺ സെഷനും ആഫ്റ്റർനൂൺ സെഷനും പരീക്ഷയുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ വിഷയങ്ങൾ നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്ത പരീക്ഷയുടെ സമയം എപ്പോഴാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 18 വെള്ളിയാഴ്ച ഫോർനൂൺ സെഷൻ 9:30-ക്ക് അക്കൗണ്ടൻസിയും ഹിസ്റ്ററിയുമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നടക്കുന്നത്. അന്ന് തന്നെ ആഫ്റ്റർനൂൺ സെഷൻ ഫിസിക്സ്, ജോഗ്രഫി വിഷയങ്ങൾക്കാണ് പരീക്ഷ നടക്കുക. 19 ശനിയാഴ്ച ഫോർനൂൺ സെഷൻ എക്കണോമിക്സ് ആണ് 9:30-ക്ക് ആരംഭിക്കുന്നത്. 19 തന്നെ ആഫ്റ്റർനൂണിൽ 2 മണി മുതൽ ED എന്ന് പറയുന്ന എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന, മുമ്പ് GFC എന്നറിയപ്പെടുന്ന വിഷയങ്ങളുടെ പരീക്ഷയായിരിക്കും നടക്കുക. 21 മൺഡേ ഫോർനൂൺ സെഷൻ 9:30-ക്ക് ബിസിനസ് സ്റ്റഡീസാണ് നടക്കുന്നതെങ്കിൽ 21 ആഫ്റ്റർനൂൺ സെഷൻ കെമിസ്ട്രി പരീക്ഷയായിരിക്കും നടക്കുക. 22 ചൊവ്വ ഫോർനൂൺ സെഷനിൽ ഇംഗ്ലീഷും ആഫ്റ്റർനൂൺ സെഷനിൽ വൊക്കേഷണൽ തിയറിയുമാണ് നടക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, 22 ഇംഗ്ലീഷിനും അതുപോലെ വൊക്കേഷണൽ വിഷയങ്ങൾക്കും രജിസ്റ്റർ ചെയ്തവർക്ക് ഒരേ ദിവസം തന്നെ പരീക്ഷയുണ്ടാകും എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. 23 വെനസ്ഡേ ഫോർനൂണിൽ മാത്തമാറ്റിക്സ് നടക്കും. 23 ആഫ്റ്റർനൂണിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബയോളജി വിഷയങ്ങൾ പരീക്ഷ നടക്കുന്നതായിരിക്കും. ടൈം ടേബിൾ നേരത്തെ തന്നെ സ്കൂളുകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടതുമാണ്. ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ സ്ക്രീനിൽ കാണുന്ന ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഫോണിൽ സേവ് ചെയ്ത് വെക്കാവുന്നതും ആണ്. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ ഇനി പറയുന്ന പ്രകാരമാണ്. സ്ക്രീനിലേക്ക് നോക്കുക. 18 ഫ്രൈഡേ അക്കൗണ്ടൻസി, ഹിസ്റ്ററി, ഇസ്ലാമിക് ഹിസ്റ്ററി, കൾച്ചറൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇലക്ട്രോണിക്സ്, സർവീസ് ടെക്നോളജി, ഇലക്ട്രോണിക് സിസ്റ്റം, ഇങ്ങനെ തുടങ്ങിയ വിഷയങ്ങളാണ് 18 മോർണിംഗ് സെഷനിൽ വരുന്നത്. ഏത് വിഷയമാണോ നമ്മൾ പഠിക്കുന്ന കോമ്പിനേഷനിലുള്ളത് അത് പ്രകാരം പരീക്ഷ നടക്കും. ആഫ്റ്റർനൂൺ 18 തന്നെ ഫിസിക്സ്, ജോഗ്രഫി, മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡീസ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ വരും. 19 സാറ്റർഡേ എക്കണോമിക്സും ജേർണലിസവും ഫോർനൂണിൽ നടക്കുമ്പോൾ ആഫ്റ്റർനൂണിൽ ജിയോളജിയും സ്റ്റാറ്റിസ്റ്റിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഹോം സയൻസും നടക്കുന്നതായിരിക്കും. 21 മൺഡേ ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി, ഫിലോസഫി, ആന്ത്രോപോളജി ഫോർനൂണിൽ നടക്കുമ്പോൾ ആഫ്റ്റർനൂണിൽ കെമിസ്ട്രി, സാങ്കൃത് ശാസ്ത്ര, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയവ നടക്കും. 22 ചൊവ്വ ഇംഗ്ലീഷ് പാർട്ട് 1ഉം ആഫ്റ്റർനൂണിൽ പാർട്ട് 2 ലാംഗ്വേജ് വിഷയങ്ങളും അതുപോലെ കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ നടക്കും. 23 വെനസ്ഡേ ഫോർനൂണിൽ മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, സൈക്കോളജി, സാങ്കൃത്, സാഹിത്യ തുടങ്ങിയവ നടക്കുമ്പോൾ 23 ലാസ്റ്റ് ഡേ ആഫ്റ്റർനൂണിൽ സോഷ്യൽ വർക്ക്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളായിരിക്കും നടക്കുക. ഓരോരുത്തരും രജിസ്റ്റർ ചെയ്ത വിഷയങ്ങൾ
നമുക്കറിയാം ആ വിഷയത്തിൻ്റെ സമയം എപ്പോഴാണ് എന്ന് കൃത്യമായി ടൈം ടേബിൾ നോക്കി രേഖപ്പെടുത്തി വെച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സമയത്തിന് സ്കൂൾ ക്യാമ്പസിൽ എത്തിച്ചേരുന്ന രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്യണമെന്ന് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോടും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.